മോളെ, നന്ദുമ്മ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. ഇനി കരയരുത് നീ. എല്ലാം ശരിയാകും. ഞാനില്ലേ കൂടെ. അവർ അവളുടെ കണ്ണീർ സാരി തലപ്പ് കൊണ്ട് തുടച്ചു കൊടുത്തു. കല്യാണവണ്ടി റെഡിയാണ്. വാ, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. യന്ത്രപാവയെ പോലെ അനന്യയും അവർക്കൊപ്പം നടന്നു. വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ വികസിച്ചു പോയി. ഉമ്മറത്ത് നിന്ന് മുന്നിൽ കറുത്ത നിറത്തുള്ള ആഡംബര കാർ തിളങ്ങി നിൽക്കുന്നു. അതിനു ചുറ്റും നിന്നിരുന്ന ആളുകളുടെ നോട്ടങ്ങൾ മുഴുവൻ അവളിലായിരുന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവളും. നന്ദുമ കാറിന്റെ പിൻവാതിൽ തുറന്നു. കയറിക്കോ മോളെ. അനന്യ പതിയെ അകത്തേക്ക് കയറി. അകത്തിരുന്ന നിമിഷം അവളുടെ ഹൃദയം വീണ്ടും ശക്തിയായി മിടിക്കാൻ തുടങ്ങി. അവളുടെ അരികിൽ ആദിത്യൻ ഇരിക്കുന്നുണ്ട്. മുഖം ജനാലേക്ക് തിരിച്ച്, കൈകൾ നെഞ്ചിൽ കുറുകെ കെട്ടി. അവന്റെ മുഖത്ത് ഒരു ഭാവം ഭേദം പോലും ഇല്ലായിരുന്നു. അനന്യ കയറിയത് പോലും അവൻ അറിഞ്ഞില്ലെന്ന പോലെ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാതിരിക്കുന്നത് പോലെ. ആ നിശബ്ദത അവളെ കൂടുതൽ ഭയപ്പെടുത്തി. ഒരു വാക്കുപോലും സംസാരിക്കാതെ, ഒരു നോക്കുപോലും നൽകാതെ അവൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ അനന്യയുടെ വിരലുകൾ വിറച്ചുപോയി. ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന ചിന്ത അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. പുറത്തു നിന്നുകൊണ്ട് നന്ദുമ്മ ഡ്രൈവറോട് പറഞ്ഞു, രാഘവ, പതിയെ പോയാൽ മതി കേട്ടോ. അമിത വേഗത ഒന്നും വേണ്ടാട്ടോ. കുട്ടികൾ ക്ഷീണിച്ചിരിക്കുകയാ. ശരി മാഡം. ഡ്രൈവർ തലയാട്ടി. നന്ദുമ്മ ഒരിക്കൽ കൂടി അനന്യയെ നോക്കി. ആ നോട്ടത്തിൽ നിറയെ കരുതലായിരുന്നു. ശേഷം കാറിന്റെ വാതിലടച്ചു. അടുത്ത നിമിഷം കാർ പതിയെ മുന്നോട്ട് നീങ്ങി. ആ വീട്ടിൽ നിന്ന്, ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളിൽ നിന്ന്, അവളുടെ പഴയ ജീവിതത്തിൽ നിന്ന് അകന്നുകൊണ്ട്. അവനെവിടെയുണ്ട്? ശരി, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ച് ദേവദത്തൻ അക്ഷമയോടെ കാത്തുനിന്നു. മറുതലക്കൽ റിങ് മുഴങ്ങുന്നുണ്ട്. പക്ഷെ പതിവ് പോലെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ കോൾ കട്ടായി. ഷേ! അയാൾ കോപത്തോടെ ഫോൺ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. 11 തവണയായി ഞാൻ അവനെ വിളിക്കുന്നു. ഒരു തവണ പോലും ആ ചെക്കൻ ഫോൺ എടുക്കുന്നില്ല. അവന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല. അരികിലിരുന്ന നന്ദുമ്മ പതിയെ അയാളുടെ കയ്യിൽ തൊട്ടു. ദേവേട്ട, അവൻ ദേഷ്യത്തിലായിരിക്കും. കുറച്ച് സമയം കൊടുക്കവന്. സമയം കൊടുക്കാനോ? ദേവദത്തൻ പൊട്ടിത്തെറിച്ചു. സ്വന്തം ഏട്ടന്റെ കല്യാണമാണെന്ന്. ഈ സമയത്താണോ അവൻ ഫോൺ ഓഫ് ചെയ്ത് നടക്കേണ്ടത്? അവനറിയില്ലേ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന്? നന്ദുമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. അവരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഒരു മകളെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് നഷ്ടപ്പെട്ട വേദന, മറ്റൊരു മകളെ അതേ മണ്ഡപത്തിൽ മറ്റൊരാളുടെ കഴുത്തിൽ താലി ചാർത്തി കൊടുത്ത കുറ്റബോധം, എല്ലാം കൂടിച്ചേർത്ത് അവരെ തളർത്തിയിരുന്നു. അതേസമയം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാറിനുള്ളിൽ അനന്യ നിശബ്ദയായിരിക്കുന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. മുഹൂർത്ത സമയത്ത് താലി കഴുത്തിൽ വീണപ്പോൾ മുതൽ അവളുടെ മനസ്സ് മരവിച്ച അവസ്ഥയിലാണ്. ഒരു ദിവസം കൊണ്ട് ജീവിതം ഇങ്ങനെ മാറുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. കല്യാണ മണ്ഡപത്തിലേക്ക് വധുവിന്റെ അനിയത്തിയായി എത്തിയ താൻ മുഹൂർത്തം കഴിയുമ്പോഴേക്കും വധുവായി മാറിയിരിക്കുന്നു. പുറത്ത് മഴ പെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ആകാശം പോലെ തന്നെയായിരുന്നു അവളുടെ മനസ്സും. ചേച്ചി. ആ ഒരു വാക്ക് ഓർക്കുമ്പോൾ തന്നെ ഹൃദയം വിങ്ങിപ്പോയി. തന്നെ നോക്കാൻ പോലും തയ്യാറാകാതെ നിന്ന ആദിത്യന്റെ മുഖവും അവളുടെ മനസ്സിലേക്ക് ആ സമയം ഓടിയെത്തി. അവന്റെ കണ്ണുകളിൽ തന്നോടുള്ള വെറുപ്പും അപമാനവും അവൾ വ്യക്തമായി കണ്ടിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ വീണ്ടും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പക്ഷേ ഇല്ല, ഇനി കരയരുത്. എന്ത് സംഭവിച്ചാലും ഇനി കരയരുത്, അവൾ സ്വയം പറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം ആദിത്യന്റെ വീട്ടുമുറ്റത്തേക്ക് കല്യാണ വാഹനം വന്നു നിന്നു. ആരതി തട്ടുമായി വീട്ടുകാരെല്ലാവരും പുറത്ത് കാത്തു നിൽക്കുന്നു. വണ്ടി നിന്നതും ആദിത്യൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. മുഖം ദേഷ്യവും, കണ്ണുകളിൽ അഗ്നി. അവന്റെ നടത്തം കണ്ടാൽ തന്നെ ആരും പേടിച്ചു പോകും. ആദി! ദേവദത്തൻ കടുപ്പത്തിൽ വിളിച്ചു. നിൽക്ക് മോനെ, ആരതി തട്ട് എടുത്തിട്ട് അകത്തേക്ക് കയറാം. എന്നാൽ ആദിത്യൻ നിന്നില്ല. അവൻ നേരെ പടിവാതിലേക്ക് നടന്നു. ആദിത്യ! ദേവച്ചന്റെ ശബ്ദം ഇത്തവണ കടുപ്പമായിരുന്നു. ആദിത്യൻ തിരിഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾ ചുവന്നു നിന്നിരുന്നു. ഇപ്പോ നിങ്ങൾക്ക് സന്തോഷമായോ അച്ഛ? അവന്റെ ശബ്ദം ആ മുറ്റമാകെ മുഴങ്ങി. ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി. ആദി! ഇല്ലച്ഛ, ഇന്ന് ഞാൻ സംസാരിക്കും. നിങ്ങൾ കേൾക്കണം. അവൻ കൈ ഉയർത്തി. തുടക്കം മുതൽ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന്. ആരെങ്കിലും എന്റെ വാക്ക് കേട്ടോ? ഇല്ലല്ലോ. ദേവച്ചൻ നിശബ്ദനായി. നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ സമ്മതിച്ചതാണ്. പെണ്ണിനെ കാണാൻ പോലും വന്നിട്ടില്ല. കാരണം എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു.
അവൻ ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ വേദന മാത്രമായിരുന്നു. എന്നിട്ട് എന്തായി? അവൻ്റെ കണ്ണുകൾ ദേവദത്തൻ്റെ കുടുംബത്തിലേക്ക് നീണ്ടു. 10 മിനിറ്റ് മുൻപ് കല്യാണപ്പെണ്ണ് ഒളിച്ചോടിയിരിക്കുന്നു. നന്ദുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവച്ചൻ തല താഴ്ത്തി. അച്ഛാ, ഇന്നീ വിവാഹം ലളിതമായി നടത്തിയതുകൊണ്ട് മാത്രം എൻ്റെ മാനം കുറച്ച് രക്ഷപ്പെട്ടു. നിങ്ങൾ പറഞ്ഞതുപോലെ നാട്ടുകാരുടെ മുഴുവൻ വിളിച്ച് ആർഭാടമാക്കി നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നാണക്കേട് തലയുയർത്തി നടക്കില്ല ഈ നാട്ടിൽ തന്നെ. ആദി മോനെ. ദേവച്ചൻ എന്തോ പറയാൻ ശ്രമിച്ചു. ഇല്ലച്ഛ. ആദിത്യൻ വീണ്ടും ആർത്തു പറയാൻ തുടങ്ങി. എനിക്ക് പറയണം, എല്ലാവരും അത് ഇന്ന് തന്നെ കേൾക്കുകയും വേണം. അവൻ്റെ നോട്ടം പതിയെ അനന്യയിലേക്ക് നീണ്ടു. ആ നോട്ടം താങ്ങാനാകാതെ അവൾ തല കുനിച്ചു. സ്വന്തം ചേച്ചിക്ക് താല്പര്യമില്ലാതെ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടാൻ കഴിഞ്ഞ കുടുംബം. അവളുടെ ചേച്ചിക്ക് പകരമായി വന്ന അവളെ എനിക്ക് ഭാര്യയായി കാണാൻ പറ്റില്ല അച്ഛാ. അവൻ്റെ ഓരോ വാക്കും അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. അതേ കുടുംബത്തിലെ മറ്റൊരു പെൺകുട്ടിയെ പിടിച്ച് എൻ്റെ തലയിൽ തന്നെ നിങ്ങൾ കെട്ടിവെക്കുകയും ചെയ്തു. ആദിത്യ. നന്ദമ്മ പൊട്ടിക്കരഞ്ഞു. മോനെ, അവളെ കുറ്റപ്പെടുത്തരുത് നീ. എന്തിനു കുറ്റപ്പെടുത്തണം? ആദിത്യൻ ചോദിച്ചു. അവൾക്കറിയില്ലായിരുന്നോ? അറിയില്ല മോനെ, ദേവദത്തൻ ഇടക്ക് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവൾക്കൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ വിശ്വസിക്കണോ? ആദിത്യൻ അവളെ നോക്കി പരിഹസിച്ചു. താലി കെട്ടുന്നതിന് 10 മിനിറ്റ് മുൻപ് മാത്രമാണ് എല്ലാവരും സത്യം അറിഞ്ഞതെന്ന് പറയുമോ? ദേവദത്തൻ ഒന്നും മിണ്ടിയില്ല. കാരണം അയാൾക്ക് പോലും അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. ആ കുടുംബത്തിൽ ജനിച്ചവളാണ് ഇവളും. ആദിത്യൻ വീണ്ടും അനന്യയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ന് ചേച്ചി ഒളിച്ചോടി. അവനൊരു നിമിഷം നിർത്തി. നാളെ ഇവളും ഒളിച്ചോടില്ലെന്ന് എന്താ ഉറപ്പ്? ആ വാക്കുകൾ കേട്ടതും അനന്യയുടെ ഹൃദയം തകർന്നു പോയി. അവൾ അറിയാതെ ഒരു പടി പിന്നിലേക്ക് നീങ്ങി. ആദിത്യ. ദേവച്ചൻ കടുപ്പത്തിൽ അവനെ വിളിച്ചു. മതി. ഇല്ലച്ച, എനിക്ക് ഇനിയും പറയാനുണ്ട്, അവൻ ശാസിച്ചു. വെറുമൊരു റീപ്ലേസ്മെൻ്റായി വന്ന ഒരുത്തിയെ ഭാര്യയായി അംഗീകരിക്കാൻ ഇനി എനിക്ക് കഴിയില്ല അച്ഛാ. ആ വാക്കുകൾ കേട്ട നിമിഷം അനന്യയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. അവളത് മറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഞാനൊരു മനുഷ്യനാണ്, ആദിത്യൻ തുടർന്നു. കളിപ്പാവയല്ല. ഒരു പെൺകുട്ടി ഒളിച്ചോടി. അതുകൊണ്ട് അവളുടെ അനിത്യയെ പിടിച്ച് എൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. എൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയുമില്ല. ആ മുറ്റം മുഴുവൻ നിശബ്ദമായി. ആർക്കും മറുപടി പറയാനായില്ല. അതേസമയം പുറത്തൊരു കാറിൻ്റെ ബ്രേക്കിൻ്റെ ശബ്ദം ഉയർന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. വീട്ടുമുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നു. കാറിൻ്റെ വാതിൽ പതിയെ തുറന്നു. ആദ്യം പുറത്തേക്കിറങ്ങിയത് വിഹാനായിരുന്നു. അവനെ കണ്ട നിമിഷം ദേവച്ചൻ്റെ കണ്ണുകൾ വിടർന്നു. നന്ദുമ്മ ഞെട്ടലോടെ വായ പൊത്തി. അനന്യയുടെ ശരീരം വിറച്ചു. കാരണം വിഹാന്റെ പിന്നിൽ നിന്ന് കൈ കോർത്തിറങ്ങിയ ആളെ കണ്ടപ്പോൾ എല്ലാവരുടെയും ശ്വാസം നിലച്ചുപോയി. അത് അനന്യയുടെ ചേച്ചിയായിരുന്നു. ഇന്ന് ആദിത്യൻ്റെ വധുവാകേണ്ടി വന്നവൾ.